ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ട്രേഡേഴ്സിന് ഏറ്റവും വലിയ ലോസുകൾ ഉണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. അതെന്താ നിങ്ങൾക്കറിയോ? സോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ സ്റ്റോക്ക് ട്രേഡേഴ്സിന് ഏറ്റവും കൂടുതൽ ലോസുകൾ ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്നുള്ളതാണ്. സോ ഇപ്പം നമ്മൾ കുറേ കണ്ടൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, അപ്പം ഈ വക കണ്ടൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ പറയാനുള്ളത്? കാരണം നമ്മളിപ്പോഴാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിയാലിറ്റി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഇപ്പോൾ ചെയ്തു തുടങ്ങിയത്. സോ അതിലെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിനക്ക് കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്, സീരീസിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ ഹിറ്റ് ദ ബെൽ ഐക്കൺ. സോ എത്രയാണുള്ളത്. അപ്പോൾ നമുക്കിനിയും എന്താണ് ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും ലോസ് വരുത്തിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അക്കൗണ്ട് ബ്ലോ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡിങ് നിർത്താൻ ഉള്ള കാരണം വലിയ വലിയ ലോസുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമല്ല, പല ഉത്തരങ്ങളുണ്ട്. പക്ഷെ അതിലൊരു മെയിൻ ഉത്തരവാണ് റിവെഞ്ച് ട്രേഡിങ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടുപോകുന്നത് നമ്മുടെ ആരുടെയും കുഴപ്പമില്ല. കാരണം നമ്മൾ വളരെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലി എന്നുള്ളവരായിരിക്കും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഈ ഓരോ എമൗണ്ടും വലുതാണ്. നമ്മൾ ഇനിഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ സെക്കൻഡുകൾ കൊണ്ട് കാശ് പോകുന്നത്, വെറുതെ കളഞ്ഞു പോകുന്നത്. മറ്റേ നമ്മളില്ല കാശ് വെച്ചിട്ട് കത്തിച്ച് കളയുന്നതിന് തുല്യമാണ്. ഒറ്റ സെക്കൻഡിലാണ് ഇത്രയും പൈസ നമ്മുടെ മുന്നിൽ നിന്ന് വന്നത്. അപ്പം ഈ ഒരു സാധനം ഫേസ് ചെയ്യുന്നത്, അപ്പം ഇതൊരു സാധാരണക്കാരൻ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും അയാൾക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്, വളരെ മോശമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഓരോ രൂപ നമ്മൾ ലോസ് വരുത്തി കാണും. കാരണം നിങ്ങളത് ഹാർഡ് വർക്ക് ചെയ്ത ഒരു പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ ഒരു പൈസ ആയിരിക്കാം, കടം മേടിച്ച ഒരു പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വല്ല കൈതൊരു സ്വർണ്ണം പണയം വെച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത പൈസ ആയിരിക്കാം. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുന്ന ഒരു തോട്ട് എന്താ, അയ്യോ എൻ്റെ ഇത്രയും പൈസ പോയി, ഞാൻ എങ്ങനെ കടം വീട്ടും, ഞാൻ എങ്ങനെ ലോൺ അടയ്ക്കും, എങ്ങനെ ഞാൻ ആ സ്വർണ്ണമൊക്കെ എടുക്കും, ഇത്രയും പൈസ ഞാൻ കൊണ്ട് കളഞ്ഞിട്ടോ, എങ്ങനെയെങ്കിലും അത് തിരിച്ചു പിടിക്കണം. ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് തോട്ട്. ഏറ്റവും പ്രശ്നമുള്ള ഒരു തോട്ടും ഇത് തന്നെയാണ്. ഈ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലോട്ട് നമ്മൾ ഓരോരുത്തരും പോകും. കാരണം എങ്ങനെയും ആ പൈസ തിരിച്ച്, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പഠിക്കണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവണമെന്നോ, നമ്മുടെ അനാലിസിസ് നോക്കണമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നോ, ട്രേഡിംഗ് സെറ്റപ്പ് ബിൽഡ് ചെയ്യണമെന്നോ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് പോയ കാശ് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് മൈൻഡ് സെറ്റിലോട്ടോ എന്നൊക്കെ ഈ കാണുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കാനുള്ള ചോദ്യമാണ്. നിങ്ങളോട് എൻ്റെ കാര്യമാണല്ലോ ഞാൻ പറയാം. നിങ്ങൾ ഈ റിവെഞ്ച് ട്രേഡ് അല്ലെ പോയ കാശ് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് പോയോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടില്ല. ഞാൻ എന്നൊക്കെ കാശിന് വേണ്ടി ട്രേഡ് ചെയ്തിട്ടുണ്ടോ, പോയി തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്തിട്ടുണ്ടോ, അന്നൊക്കെ എനിക്ക് ലോസുകൾ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വരുമ്പം എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇത് റിവെഞ്ച് ട്രേഡിങ്ങിനെ പറ്റി ഞാൻ വലിച്ചു കിട്ടിയിട്ട് കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രമായിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യാനിടേണ്ടത്. അതിൽ കൂടുതൽ ഇട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾ പാനിക് ആവുന്നത്, നിങ്ങൾ ടെൻഷൻ ആവുന്നത്, നിങ്ങൾക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ പോയ കാശ് തിരിച്ച് പിടിക്കാൻ തോന്നുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് എത്രയാണോ അത് മാത്രം നിങ്ങൾ ലോസ് ചെയ്യാൻ ഇടുക. കാരണം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ തുടക്കത്തിൽ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഏതൊരു വലിയ കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടങ്ങളില്ലാതെ, തോൽവികളില്ലാതെ ഒരു ജയം ഉണ്ടാവില്ല. എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിയാലും നിങ്ങൾക്ക് തോൽവികളില്ലാതെ ഒരു ജയം ഉണ്ടാവില്ല. തോറ്റിട്ടുള്ളവനെ ജയിക്കാൻ പറ്റുള്ളൂ, തോറ്റിട്ടുള്ളവനെ അത് ജയിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലോസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് കൊണ്ട് മാത്രം നിങ്ങൾ വരിക. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോസും പ്രോഫിറ്റും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു കാര്യമാണ്. ഇത്ര രൂപ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രമേ ഇത്ര രൂപ ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യം നിങ്ങൾ ഇത് തലയിലോട്ട് ഫീഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതാണ് റിയാലിറ്റി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇത്ര രൂപ ഒരു ട്രേഡിൽ ഞാൻ ലോസ് വരുത്താൻ റെഡി ആണെങ്കിലേ എനിക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. ഇതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. കാരണം നോ ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ട്രേഡിങ്ങിൽ. ഒരുപാട് ലോസുകൾ എന്നുള്ളൊരു സാധനം ഉണ്ടാവും, പക്ഷെ നോ ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഓരോ ലോസ് വരുമ്പോഴാണെങ്കിലും ഇന്ന് എൻ്റെ ലോസ് എനിക്ക് വന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ലോസ് വന്നത്, ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ലോസ് വന്നത്, അതിൽ പഠിക്കുക, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ലോസ് വന്നാലും അത് ഓക്കെയാണ്.
പ്രൊവൈഡഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലോസ് പെർസെൻറ്റേജ് ആണ് അത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം ലോസ് വന്നാലും ഓക്കെ, നിങ്ങളുടെ ലോസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2% ആയിരിക്കാം, 3% ആയിരിക്കാം, 5% ആയിരിക്കാം. ഇതിനകത്താണ് നിങ്ങളുടെ ലോസ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ സിസ്റ്റം പ്രോപ്പറാണ്, വർക്കിംഗ് ആണ്, എല്ലാം ആണ്. പക്ഷേ ഈ 5% മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം. അവിടെയാണ് നിങ്ങൾ റിവെഞ്ച് ട്രേഡിങ്ങിലോട്ട് പോകുന്നത്. കാരണം ഇത് എന്ന് പറയുന്നത് നമുക്ക് കുറേ നാളുണ്ട്. കാരണം സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഗെയിം തന്നെയാണ്. നിങ്ങൾ ഇമോഷൻസിൻ്റെയും പേഷ്യൻസിൻ്റെയും എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പറഞ്ഞ റിവെഞ്ച് ട്രേഡിംഗ് എല്ലാവരും ചെയ്യിപ്പിച്ച്, ഇൻക്ലൂഡ് ഞാനൊക്കെ ഒരുപാട് റിവെഞ്ച് ട്രേഡ് ചെയ്ത് നിന്ന നിപ്പിലൊക്കെ ലക്ഷങ്ങളുടെ ലോസ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓവർ ട്രേഡിംഗ് റിവെഞ്ച് ട്രേഡിംഗ് കൊണ്ട് മാത്രം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ മെയിനായിട്ട് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഇത് വേറെ ആരും പറയാമെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ നല്ല മൂടുള്ളപ്പം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇന്നൊരു മൂഡില്ല, നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ വീട്ടിൽ വടക്കിട്ടിരിക്കുകയാണ്, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ദേഷ്യം നിങ്ങൾ ഇതിലും കാണിക്കും. നിങ്ങൾക്ക് ലോസ് ഒന്നും നിങ്ങൾക്ക് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ മെൻ്റലി ആ ഒരു സമയത്ത് നിങ്ങൾ പ്രസൻ്റ് അല്ല, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ്. ഒരു നോർമലി ഒരാൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രേഡർ ചിന്തിക്കേണ്ട പോലെ നിങ്ങൾക്ക് സ്റ്റോയിക്കായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഇമോഷൻസ് വിഷമിച്ചിരിക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക മാർക്കറ്റിൽ നിന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് റിവെഞ്ച് ട്രേഡിംഗ് വലിയൊരു ലെവലിൽ ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. റിവെഞ്ച് ട്രേഡിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, റിവെഞ്ച് ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അതേപോലെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുക, അത് വേറൊരു കാര്യമാണ്. അതിപ്പം റിവെഞ്ച് ട്രേഡിങ്ങിലോട്ട് നിങ്ങൾ എത്തില്ല, നിങ്ങൾ എന്ത് വന്നാലും ഇങ്ങനെ ഇത്ര ലോസ് നിങ്ങളൊരു ദിവസം എടുക്കൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ആരും റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ലോസുകളെ കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ മാത്രമേ ഉള്ളൂ. അല്ല, റിസ്ക് എന്ന് പറഞ്ഞൊരു കാര്യമില്ല, കാൽക്കുലേറ്റഡ് റിസ്ക്. അപ്പോൾ അതിൽ വിശ്വസിക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻസിൽ പറയുക. കൂടുതൽ കണ്ടന്റ്സ് വേണമെങ്കിലും കമൻസിൽ പറയുക. സോ ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, പീസ്.